വിത്മിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത നവോത്ഥാന നായകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. 1885 മെയ് 24 എറണാകുളത്തെ ചേരാനെല്ലൂരിൽ ജനിച്ചു. സാഹിത്യ കുടീരം എന്നാണ് ജന്മഗൃഹത്തിൻ്റെ പേര്. പപ്പു, കൊച്ചുവെണ്ണ് എന്നിവരുടെ മകനായിട്ടാണ് ജനിച്ചത്. 1938 മാർച്ച് 23 അദ്ദേഹം അന്തരിച്ചു. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഇദ്ദേഹം. മുഴുവൻ പേര് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ. ഈ പേര് നൽകിയത് കുടുംബ സുഹൃത്തായ ഒരു തമിഴ് ഗോസായിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരു അഴീക്കൽ വേലുവൈദ്യൻ. സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ. KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1925 കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി ലഭിച്ചത് 1931. ഇദ്ദേഹത്തെ സ്വാധീനിച്ച സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചാണ് ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം ചേരാനെല്ലൂർ. വായനശാല ആരംഭിച്ചത് 1953 ചേരാനെല്ലൂർ. ഇദ്ദേഹത്തിന് ലഭിച്ച പദവികളാണ് വിദ്വാൻ പദവി 1913 കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ അടുത്ത് നിന്ന്. അതുപോലെ കവിതിലക പട്ടം, സാഹിത്യ നിപുണൻ കൊച്ചി മഹാരാജാവ് നൽകി. സാമൂഹ്യ നവീകരണ പ്രവർത്തനങ്ങളാണ് കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്നു. അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നത് സഭകൾ. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് 1912 കല്യാണദായിനി സഭ. പുലയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കു വേണ്ടി കറുപ്പൻ വള്ളൂനുമായി സ്ഥാപിച്ച സഭയാണ് കൊച്ചി പുലയ സഭ 1913. അരയ സമാജം സ്ഥാപിച്ചത് 1907. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു സമ്മേളനമാണ് കായൽ സമ്മേളനം. 1913 ഫെബ്രുവരി 14 ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്നും സാധനം വാങ്ങുവാനോ അവകാശമുണ്ടായിരുന്നില്ല. ഇതെല്ലാം നേടിയെടുക്കുന്നതിന് പുലയ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ഭരണാധികാരികൾ അതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. കരയിൽ സമ്മേളനം നടത്താൻ പാടില്ലെങ്കിൽ കായലിൽ വച്ചാകാമെന്ന് തീരുമാനിക്കുകയും പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ ചെറിയ ചങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടി വലിയൊരു വള്ളം നിർമ്മിക്കുകയും അതിലവർ സമ്മേളനം കൂടുകയും ചെയ്തു. കൊച്ചി കായലിലായിരുന്നു ഈ സമ്മേളനം നടന്നത്. അധികാരികൾക്ക് സമ്മേളനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് കായൽ സമ്മേളനം എന്നറിയപ്പെടുന്നത്. അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2013. പ്രഥമ പുരസ്കാര ജേതാവ് സുഗതകുമാരി. 2017 പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ അരവിന്ദൻ. ഇനി ഇദ്ദേഹം സ്ഥാപിച്ച സഭകളാണ്: കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ, സന്മാർഗ പ്രദീപ് സഭ കുമ്പളം, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, അരയ വംശോദ്ധാരിണി സഭ ഏങ്ങണ്ടിയൂർ, ബാലസമുദായ പരിഷ്കാരിണി സഭ തേവര, കൊച്ചി പുലയ മഹാസഭ, ബാലസേവാ സമിതി വൈക്കം, പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ, സുധർമ്മ സൂര്യോദയ സഭ തേവര. അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. ഇനി എക്സ്ട്രാ മാർക്കിനുള്ള കുറച്ച് ഫാക്ട്സാണ്. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദേവത്താൻ, പുലയ മഹാസഭ അയ്യങ്കാളി, ഈഴവ സമാജം TK മാധവൻ, ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു, നായർ സമാജം മന്നത്ത് പത്മനാഭൻ, കേരള നായർ സമാജം C കൃഷ്ണപിള്ള. ഇനി പ്രധാന കൃതികളും പ്രതിപാദ്യ വിഷയങ്ങളുമാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ലങ്കാമർദ്ദനം. 12ാമത്തെ വയസ്സിൽ രചിച്ച കൃതിയാണിത്. ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ശാർദൂല വിക്രീഡിതം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത സ്തോത്ര മന്ദാരം. ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് 1904 19ാം വയസ്സിൽ ഇദ്ദേഹം രചിച്ച ജാതിക്കുമ്മി. 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഇദ്ദേഹം രചിച്ച നാടകകൃതിയാണ് ബാലകലേശം. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. കറുപ്പൻ്റെ സാഹിത്യരചനകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഉദ്യാനവിരുന്ന്. മദ്രാസ് ഗവർണറുടെ കൊച്ചി സന്ദർശനത്തെ തുടർന്ന് കൊച്ചി രാജാവ് കൊട്ടാരത്തിലൊരു ഉദ്യാനവിരുന്ന് സംഘടിപ്പിച്ചു. ഇതിൽ കറുപ്പനെ ക്ഷണിച്ചിരുന്നില്ല. ഇതിൽ മനംനൊന്നിട്ടാണ് അദ്ദേഹം ഉദ്യാനവിരുന്ന് എന്ന് പറയുന്ന ഒരു കവിത എഴുതിയത്. അതുപോലെ
ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. പുസ്തകങ്ങളിലെ കറുപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും. ഇതെഴുതിയത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദൻ. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും തങ്കപ്പൻ പൂയപ്പിള്ളി. ഇനി വരുന്ന കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എഴുതിയത് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ഇന്ദുപുലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ തൈക്കാടയ്യ. ജാതി ഒന്ന്, കുലമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന് എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ. ഇനി ലാസ്റ്റ് വരുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സാഹിത്യ രചനകളാണ്. അത് നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറേ എനിക്ക് തോന്നുന്നു കുറേ സ്ലൈഡിൽ മിസ്റ്റേക്സ് കാര്യങ്ങളുണ്ട്. അത് ടൈപ്പ് ചെയ്യുന്നതിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സാണ്. എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന സമയത്തൊന്ന് എഴുതിയെടുക്കുന്ന സമയത്തൊന്ന് തിരുത്തി എഴുതിയെടുക്കേണ്ടതാണ് കേട്ടോ.